നമസ്കാരം. പ്രധാന വാർത്തകൾ. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിലെ സന്യാൽ ഗ്രാമത്തിലാണ് തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ആയുധധാരികളായ ഭീകരർക്കെതിരെ സുരക്ഷാ സേന വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് CRPF, ജമ്മുകാശ്മീർ പോലീസ്, പ്രത്യേക ഓപ്പറേഷൻ വിഭാഗം, സൈന്യം എന്നിവർ സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. ഹീരാനഗർ സെക്ടറിൽ അതിർത്തിക്ക് സമീപത്തുള്ള കാട്ടുപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. 4 മുതൽ 5 വരെ തീവ്രവാദികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വൈറ്റിലയിൽ പോലീസിനെ ആക്രമിച്ച് മദ്യപാനി. വൈറ്റിലയിലെ ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളാണ് പോലീസുകാരനെ ആക്രമിച്ചത്. യൂണിഫോമിൽ മുറുക്കെ പിടിച്ച മദ്യപാനി പിടിവിടാൻ തയ്യാറായില്ല. പോലീസ് ശ്രമിച്ചിട്ടും ഇയാൾ സിവിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോമിൽ ബലമായി പിടിച്ചു നിന്നു. മദ്യപാനിയുടെ പരാക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഇന്ന് രാത്രി 9 മണിയോടുകൂടി കണ്ണനല്ലൂരിലാണ് അപകടമുണ്ടായത്. ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ മൊറാഴയിൽ ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊന്നു. മൊറാഴ കൂളിച്ചാലിൽ താമസിക്കുന്ന ഇസ്മയിലാണ് കൊല്ലപ്പെട്ടത്. തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ഗുഡു എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊല നടത്തിയത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി വളപട്ടണം പോലീസ് പിടികൂടി. ഇന്ന് രാത്രി 7:30യോടെയാണ് സംഭവം. താമസ സ്ഥലത്ത് ടെറസിന് മുകളിലായിരുന്നു കൊലപാതകം. കൊലപാതകത്തിന് കാരണം വ്യക്തമല്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ലഗേജിൽ എന്തൊക്കെയാണെന്ന ചോദ്യം ഇഷ്ടമായില്ല. ബോംബെന്ന് മറുപടി. യുവാവ് പിടിയിൽ. സുരക്ഷാ പരിശോധനയ്ക്കിടെ ലഗേജിൽ ബോംബെന്ന് പറഞ്ഞ യാത്രക്കാരൻ കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിൽ. എറണാകുളം കരുവേലിപ്പടി സ്വദേശി നിതിനാണ് അറസ്റ്റിലായത്. രാത്രി 8:15 എയർ ഇന്ത്യ വിമാനത്തിൽ പോകാനെത്തിയതായിരുന്നു നിതിൻ. ലഗേജിൽ എന്തൊക്കെയുണ്ടെന്ന് സുരക്ഷാ പരിശോധനയ്ക്കിടെ ജീവനക്കാർ ആവർത്തിച്ച് ചോദിച്ചത് ഇഷ്ടപ്പെടാതെയാണ് ബോംബെന്ന് പറഞ്ഞത്. തുടർന്ന് ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബാഗേജ് തുറന്നു പരിശോധിച്ചു. തുടർന്ന് യാത്ര തടഞ്ഞ ശേഷം പ്രതിയെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു.